ഫാബ്രിക് വൈസ് പറയുകയാണെങ്കിൽ പ്യുവർ ലിനൻ ആട്ടോ സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ കളർ പാലറ്റ് ലാവൻഡർ പിങ്ക് ആണ്. ലാവൻഡർ ബേബി പിങ്ക് കൂടി ചേർന്ന് വരുന്ന നല്ലൊരു കളർ ഷെയ്ഡിലാണ് സാരി വരുന്നത്. എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ലൊരു സർക്കുലർ മോട്ടീവ്സിലായിരിക്കും. ബോഡി കംപ്ലീറ്റ് ഒരു ഫ്ലോറൽ ഒരു മൾട്ടി കളറിലുള്ള ത്രെഡ് വെച്ചിട്ടായിരിക്കും ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും കേട്ടോ. സാരി ഫുൾ സാരിയിൽ സെയിം സ്റ്റൈലിൽ തന്നെയായിരിക്കും. ഒരു ലോവർ ഏരിയയിലും ബോഡി കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് വന്നിട്ട് സെയിം ടോണിൽ തന്നെ അതേ ലാവൻഡർ പിങ്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡറിൽ ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഡബിൾ ബോർഡർ സ്റ്റൈലായിരിക്കും കേട്ടോ സാരിയുടെ ബോർഡർ വരുന്നത്. ഒരു ലാവൻഡർ പിങ്കിൽ കണ്ടോ ഈ ഒരു പാറ്റേണിലാണ് ഫുൾ ഒരു സെൽഫ് കളറിൽ തന്നെയായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു സിക്സ് ആക്ക് പാറ്റേണും ഒരു ഫ്ലോറൽ വേവി ഡിസൈനിലും ആയിരിക്കും ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഒരു സിമ്പിൾ ബോർഡർ വന്നിട്ട് റെഡിലാണ് റിബൺ ബോർഡർ വരുന്നത് സാരിക്ക്. ഫ്ലോറൽ മോട്ടീവ്സ് പറയുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാട്ടോ ബോഡിയിൽ നല്ലൊരു ബുള്ളിയൻ നോട്ട്സ് വെച്ചിട്ടുള്ള ഒരു പാറ്റേണിൽ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിൽ തന്നെയായിരിക്കും സാരിയിലെ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. എൻറ്റയർ സാരിയും ഇതേ പാറ്റേൺ തന്നെ കേട്ടോ. പ്ലീറ്റ്സ് എല്ലാം വരുമ്പോഴും അതേ പാറ്റേണിൽ തന്നെയായിരിക്കും വർക്ക് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിൽ അതേ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പല്ലുവിൽ വരികയാണ്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട് സാരിക്ക്. ബ്ലൗസ് വരുന്നത് ഇതേ ടോണിൽ തന്നെ സെൽഫ് കളറിൽ തന്നെയുള്ള എംബ്രോയിഡറി വർക്കിന് സ്മോൾ ബുട്ടി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്.